അറ്റ്ലാന്റയിൽ ഇന്നൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്നാണ് ഫുട്ബോൾ ലോകത്തെ വിലയിരുത്തൽ. അത് അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഓരോ മത്സരത്തിലും അവസാന നിമിഷം വരെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാണുന്ന അർജന്റീന ആരാധകരെ കണ്ട് ഇംഗ്ലണ്ടും 60 വർഷങ്ങൾക്ക് ശേഷം വിശ്വകിരീടം ഉയർത്താനുള്ള കാത്തിരിപ്പിൽ അവരുടെ ഫാൻസിനെയും കാത്തിരിപ്പുണ്ട്. എന്തായാലും അർജന്റീന ആരാധകർ നമ്മോടൊപ്പം ചെയ്യേണ്ടത് സെറ്റല്ലേ? ഇതാണ് അർജന്റീന ആരാധകർ എപ്പോ ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു നെഞ്ചെടുപ്പൊക്കെ കഴിഞ്ഞ കളികളിൽ കണ്ടു. എന്താണ് ഇംഗ്ലണ്ടായിട്ടാണ് കളിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവേശം. നിങ്ങൾ 86 ഒരു പകരം വീട്ടിൽ ഞങ്ങളിന്ന് ഇവിടെ ഒരിതുണ്ടാവും. പിന്നെ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ടുള്ള മത്സരം തീർച്ചയായിട്ടും ഞങ്ങൾ ഫൈനലിലേക്കുള്ളതാണ്. ഫൈനലിൽ ഞാൻ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫൈനലിൽ ഒരു ഫൈനലിസിമ നമുക്ക് കാണാറില്ല. കഴിഞ്ഞു പോയ ഫൈനലിസിമ നമ്മൾ കണ്ടില്ല, ക്യാൻസലാക്കി പോയി. പക്ഷേ ആ ഒരു ഫൈനലിസിമ ഇന്ന് അർജന്റീന ജയിച്ചിട്ട് അർജന്റീന സ്പെയിൻ ഒരു ഫൈനൽ മത്സരം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ കളിയിലൊക്കെ അവസാന നിമിഷമാണ് വിജയത്തിലേക്ക് എത്തുന്നത്. ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ കരുത്തരായ ടീമാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷന് സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നല്ല ടീമായിട്ട് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടെൻഷൻ കളിക്കാർക്കും പ്ലേയേഴ്സിനൊക്കെ ഉണ്ടാവും, അതുപോലെ കാണികൾക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 2-3 ലാസ്റ്റത്തെ നമ്മൾ കുറഞ്ഞ ടീമിൽ നിന്ന് കരുതിയ ആളുകളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് വെച്ചിട്ടാണ് അർജന്റീനയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് തരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇംഗ്ലണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എതിരാളിത്തിന് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലപ്പോൾ ടീം ഫോർമേഷനിലും ഡിഫൻസിലൊക്കെ ചെറിയ ചേഞ്ച് വരുത്തി ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. കാണാൻ പോകുന്ന പുതിയൊരു അർജന്റീനനെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. കളി 90 മിനിറ്റാണ് കളി. ആ 90 മിനിറ്റ് തന്നെ 10 മിനിറ്റ് ഓളമുണ്ട് പറഞ്ഞ തോറ്റിക്കാണ്ട് ഞങ്ങളെ ഫ്ലെക്സുമ്മൽ ഇതിനും തൊടാൻ പറ്റത്ത്. 90 മിനിറ്റ് കളി കഴിഞ്ഞോണ്ട് ധൈര്യമായിട്ട് നിൽക്കി, എന്നിട്ടാണ് ആൺകുട്ടികളാന്ന് പറയാം. പോരായ്മ എന്താ തോന്നുന്നു? ടീമിൽ എന്തൊക്കെ മാറ്റണം എന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇതുവരെ മറ്റുള്ള ടീമുകളുടെയൊക്കെ ഫാൻസ് പറഞ്ഞിരുന്നത് അർജന്റീനക്ക് നല്ലൊരു എതിരാളിയെ കിട്ടിയിട്ടില്ല എന്നായിരുന്നു. എന്തായാലും അത് ഇന്ന് രാത്രിത്തോടെ ആ കാര്യത്തിൽ തീരുമാനമാവും. നല്ലൊരു കളി തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ടൂർണമെന്റ് തുടങ്ങിയ മുതൽ പറയൽ തുടങ്ങിയാണ് അർജന്റീനയ്ക്ക് ഒരു നല്ലൊരു ടീമിനെ കിട്ടിയിട്ടില്ല. നല്ല മേജർ ടീമൊക്കെ പുറത്താവുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ലോക്കൽ ടീം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡീപോൾ മാറി സിമിയോണി വരാൻ ചാൻസ് ഉണ്ട് മധ്യനിരയിൽ. മാക്സിമം സിമിയോണി വരാൻ ചാൻസ് ഉണ്ട്. സിമിയോണി ഒരു അറ്റാക്കിംഗ് വിങ്ങറായിട്ട് ഉണ്ടാവും. എങ്ങനെയായാലും ജയിക്കും. എന്നാൽ ആര് ജയിക്കുന്നത്? അതിലും സംശയം വേണ്ട. അർജന്റീന ജയിക്കുമെന്ന് വെച്ചാൽ അർജന്റീന പഴയ അർജന്റീന ആണെങ്കിൽ അർജന്റീന ജയിക്കും. അതല്ല ഇപ്പോഴത്തെ പുതിയ അർജന്റീന ആണെങ്കിൽ വലിയൊരു പ്രതീക്ഷ പഴയ അർജന്റീനയായി മാറണം. 100% അതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. നല്ല പ്രതീക്ഷയിലാണെന്ന്. എന്തായി കഴിഞ്ഞാൽ ആ വിസിലടിക്കുന്ന സമയത്ത് അർജന്റീന ജയിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതെ, ഇവിടെ ഇങ്ങനെ ചങ്കെടുപ്പ് എന്തായാലും മത്സരത്തിന്റെ സമയത്ത് കാണാം. എങ്കിലും ഒരു സസ്പെൻസ് ഉള്ളത് തന്നെ അർജന്റീന ആരാധകർ ഇംഗ്ലണ്ടിനെയും മറികടക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അരുൺ അമൃതാന്ത്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.